ഹായ്, ഞാൻ ഷൈജ പുന്യം. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് നടക്കുന്ന ഫുഡ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലോറിയൽ ഗാർഡനിൽ പോയി. ഓഡിറ്റോറിയം ഉസം മൊട്ടയിലുള്ള ഓഡിറ്റോറിയമാണ് കേട്ടോ, ലോറിയൽ ഗാർഡൻ. ആദ്യമായിട്ടാണ് ഞാനും എൻ്റെ ഫ്രണ്ടും അവിടെ പോയത്. ഫുഡിൻ്റെ 2 ദിവസമായിട്ട് അവിടെ ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറുമ്പം തന്നെ കുറേ കേക്ക്സൊക്കെ വെച്ചിട്ടുണ്ട്. കേക്കുകളൊക്കെ പലതരം വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടിക്കും കഴിക്കാൻ നല്ല വിലയൊക്കെ ഉണ്ട്. പലതരത്തിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ ഉണ്ട്. അവർ കൊണ്ടുവന്നതാണ്, വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട്. പിന്നെ അവർ അവിടെ നിന്ന് ആക്കുന്നതുണ്ട് കേട്ടോ. പലതരം ജ്യൂസ് ഉണ്ട്, പലതരം ഐറ്റംസുള്ള ജ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒന്ന് അവിടെ പോയതാണ്. 22-ാം തീയതി 23-ാം തീയതിയാണ് അവിടെ ഫുഡ് ഫെസ്റ്റ് നടന്നത്. പലതരം മത്സരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. മൈലാഞ്ചിയിടൽ മത്സരം, അങ്ങനെ പലതരം മത്സരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. എല്ലാവർക്കും പ്രൈസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് നിന്ന് വീഡിയോസ്, അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തൊരു ഭംഗിയാണ് കാണാൻ. അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ, 2 ഭാഗവും നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നതായിട്ട് നമ്മളങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി. 2 സൈഡിൽ ഇങ്ങനെ ഫുഡ് മാത്രമല്ല, ഡ്രസ്സസൊക്കെ ഉണ്ട് വിൽപ്പനക്ക് വെച്ചിട്ട് പലതരം. പിന്നെ ഇത് വീട്ടിൽ നിന്നൊക്കെ അവരുണ്ടാക്കി കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത്. സൂപ്പർ ടേസ്റ്റുമാണ്, നല്ല വിലയുണ്ട്. ഇതൊക്കെ ഡ്രസ്സസ്സാണ്, പലതരം ഡ്രസ്സ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. എന്തൊരു ഭംഗി ഇതൊക്കെ കാണാൻ, നല്ല സൂപ്പറാണ്. പിന്നെ എല്ലാവർക്കും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഇടമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. സൊറ പറഞ്ഞിരിക്കുകയാണ്. കുറേ കുടുംബാംഗങ്ങളും ഫ്രണ്ട്സുമാരൊക്കെ വന്നിട്ടിങ്ങനെ അടിച്ചു പൊളിക്കുകയാണ് അവിടെ. അതുപോലെ ഞങ്ങളും പോയി. അപ്പോൾ ഇവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ. അവിടെ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, അങ്ങനെ അവിടെ മത്സരം നടക്കുന്നത് കേട്ടോ, പ്രൈസൊക്കെ കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ ഒന്ന് കടൽക്കരയിലും പോയി അടിച്ചു പൊളിച്ചിങ്ങ് പോന്നു. ഓക്കേ.